വീട്ടുമുറ്റത്ത് ഇതുപോലെയുള്ള ഡ്രമ്മുകളിൽ പ്ലാവ് നട്ട് അടിപൊളിയായിട്ട് നമുക്ക് കായ്പിച്ചെടുക്കാൻ കഴിയും. ഇത് കണ്ടോ, നല്ല അടിപൊളി കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട് ഒരു ഡ്രമ്മിൽ കായ്ച്ചത് വിളവെടുക്കാൻ പാകമായി നിൽക്കുകയാണ്. ഇതുപോലെ ഡ്രമ്മുകളിൽ പ്ലാവ് നട്ട് വിളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന വീഡിയോ ആണെന്ന്. അത് കൂടാതെ തന്നെ ഇതിന് എങ്ങനെ വളപ്രയോഗം ചെയ്യാം, അത് എങ്ങനെ വളർത്തിയെടുക്കാം, ഇതുപോലെ ഫ്രൂട്ട് ആകുന്ന കണ്ടീഷൻ നമുക്ക് എങ്ങനെ ആക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പോകാം വീഡിയോയിലേക്ക്. കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട് അടിപൊളിയായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. നല്ല കിടിലൻ മണമാണ്. നമ്മുടെ മൊയ്നുഖാന്റെ ഫാമിലാണ് വിശേഷമുള്ളത് കേട്ടാ. ഇത് കട്ട് ചെയ്ത് നമുക്ക് അതിന്റെ ടേസ്റ്റ് റിവ്യൂ നോക്കണം. ചക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കിടിലൻ ചക്കയാണ്. ഇത് ഒരു 275 ലിറ്ററിന്റെ ഡ്രം കട്ട് ചെയ്ത് അതിന്റെ പകുതി ഭാഗത്താണ് നമ്മുടെ ഈ ഇനം പ്ലാവ്, അതായത് നമ്മുടെ കംബോഡിയൻ ജാക്ക് ഫ്രൂട്ട് നട്ട് അത് 2ാമത്തെ വർഷം കായ്ച്ചു നിൽക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് നമുക്ക് ഒരു ഡ്രമ്മിൽ നടുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വരും. 16 ഇഞ്ചിന്റെ ഒരു ചട്ടിയാണ്. സാധാ ഹോൾസ് ഉള്ളതുകൊണ്ട് അതിൽ നമ്മൾ ഈ ഹോൾസിന്റെ വലിയ ഹോൾസിന്റെ സ്ഥലത്ത് ഓട്ടും പൊട്ട് വെച്ചു കൊടുക്കുക, മണ്ണ് അടയാതിരിക്കാൻ. അതായത് ഈ ഹോളുള്ള ഭാഗത്താണ് മണ്ണ് അടയാതിരിക്കാൻ ഹോൾസ് ഓട്ടും പൊട്ട് വെച്ചു കൊടുക്കുക. ഹോൾസ് ഉള്ള ഭാഗത്ത് ഈ ഹോൾസ് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഏറ്റവും ബെനിഫിറ്റ്? മണ്ണിടുമ്പോ മണ്ണ് ആ ഹോൾസിൽ അടയൂല. ഡ്രെയിനേജ് ഉറപ്പ് വരുത്തുക, അതായത് വെള്ളം വാർന്നു പോകുന്ന ഉറപ്പ് വരുത്താനാണ് ഇങ്ങനെ ഒരു ഓടുകൾ നമ്മൾ വെക്കുന്നത് അല്ലേ? അങ്ങനെ വെച്ച് ശരി. അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇതിലിട്ട് കൊടുക്കുക. ചാണകപ്പൊടിയും മണ്ണുമാണ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇട്ട് കൊടുക്കുന്നത്. വേറെ നമ്മൾ ഒരു വളവും ചേർക്കേണ്ട കാര്യം വരുന്നില്ല. പിന്നെ ചേർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഇട്ടതിന് ശേഷം ഈ തൈ കവർ പൊട്ടിച്ച് അതിന്റെ അടുത്തേക്ക് വെച്ചിട്ട് പൊട്ടിക്കുക, അല്ലെങ്കിൽ മണ്ണ് ഉടഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇത് കവർ ഇത് ഉറപ്പുള്ളതായതുകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുക, അല്ലെങ്കിൽ അടിഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിലിങ്ങനെ ഇറക്കി വെക്കുക. നേരെ ഇറക്കി വെക്കുക. നേരെ ഇറക്കി വെച്ചതിന് ശേഷം നേരെ ആക്കുക, തൈ സ്റ്റഡി ആക്കി വെക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇത് കുറച്ച് മണ്ണെടുക്കുക. ഇതിപ്പോൾ കുറച്ച് മണ്ണുണ്ടല്ലോ, ഈ മണ്ണിൽ നമ്മളിതിൽ 1 ടീസ്പൂൺ, ഇതാണ് ഇപ്പോൾ ടീസ്പൂൺ എന്ന് പറഞ്ഞത്, ഈ ടീസ്പൂണിന് 1 ടീസ്പൂൺ ഇത്ര 1 ടീസ്പൂണ് ഇത് ഇതിലിടുക. 1 ടീസ്പൂൺ ഇട്ട് അതിന് ശേഷം നമ്മൾ അതേമാതിരി തന്നെ എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ വെക്കാതെ ഇപ്പൊ നമ്മൾ ഇട്ടത് 18 NPK വളമാണ് നമ്മളിപ്പോ ആദ്യം ഇട്ടത്. അതിനുശേഷം ഇട്ട് കൊടുക്കേണ്ടത്, അതിനുശേഷം നമുക്ക് ഇത് എല്ലുപൊടി ബോൺമീൽ ഇത് ഒരു 3 ടീസ്പൂണ് 1 ഇത് 2 പിന്നെ 3 ടീസ്പൂൺ ഇട്ട് 3 ടീസ്പൂൺ നമ്മൾ ഏറി വന്നാല് അത് 4 വരെ എല്ലുപൊടി പറ്റും. 4 വരെ ഇടാം, അതിലേറെ ഇടരുത്. പിന്നെ അതിന് ശേഷം ഇതിപ്പോ കടലപ്പിണ്ണാക്ക്, ഇതാണ് കടലപ്പ്. ഒന്ന് പൊടിച്ചിട്ട് ഇത് ഇത്ര 1 ടീസ്പൂൺ ഇതിലിട്ട് നോക്കിയാലും മതി. 1 ടീസ്പൂണാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിട്ടതിന് ശേഷം ഈ മണ്ണ് നല്ലോണം മിക്സ് ആക്കുക. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിപ്പോ ഞങ്ങൾ ചെയ്യുന്ന രീതി കേട്ടോ. പലരും പല രീതിയിലും ചെയ്യും. ഇത് ഞങ്ങൾ ചെയ്ത് വിജയിച്ച ഒരു രീതിയാണ്. നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിത് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ മണ്ണ് ഈ ഗ്യാപ്പിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ സൈഡുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം അല്ലേ? നമ്മൾ ആ ചെടിയിൽ ഉണ്ടായിരുന്ന കവറിലുണ്ടായിരുന്ന മണ്ണൊന്നും ചെയ്യാൻ പാടില്ല. ഇത് നമ്മളിപ്പോ മിക്സ് ചെയ്ത വളം മിക്സ് ചെയ്ത മണ്ണിന്റെ കൂട്ട് ചുറ്റിലും ഇട്ട് കൊടുക്കുക. ഇത്രയേ പണിയുള്ള ഒരു തൈ നടാൻ. അതാണ് ഫില്ലായി. നമ്മൾ എടുത്ത മണ്ണ് കറക്റ്റ്, നമ്മള് കൊടുത്ത വളങ്ങളും എല്ലാം എടുത്ത മണ്ണും അതിന്റെ കൂട്ടും എല്ലാം കൂടെ അതിൽ ഇട്ട് കഴിയുമ്പോ കറക്റ്റ് ഒരു ചെടിക്ക് നിൽക്കേണ്ട സ്പേസ് നമ്മൾ കിട്ടിയല്ലേ? അതായത് ഈ ഒട്ടിന്റെ താഴെ ആയിട്ട് നിൽക്കണം മണ്ണിന്. ചിലർ ചെയ്യും ഫുള്ളാക്കിട്ട് മണ്ണിടരുത്. അപ്പൊ ഈ ബെഡ് ചെയ്ത സ്ഥലം
മണ്ണിന്റെ അടിയിൽ പോകും. മണ്ണിനടിയിലേക്ക് പോകും. ഈ ബെഡ് ചെയ്തതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ബെഡ് ചെയ്തത് മുകളിൽ കാണുന്നുണ്ട്. ഫില്ലായി. ഇനി ഇതൊരു 8 മാസം കഴിഞ്ഞിട്ടാണ് മാറ്റേണ്ടത്. 8 മാസം കഴിഞ്ഞിട്ടാണ് മാറ്റേണ്ടത് അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് ഈ തൈ തന്നെ 8 മാസം കഴിഞ്ഞിട്ട് ഒന്നും വേണമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ എത്ര വലുപ്പമായി എങ്ങനെ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അതിൻ്റെ ഇത് കൊടുക്കാം. അതാണ് ഈ ചെറിയ പ്ലാവൻ തൈകളാണെങ്കിൽ, പ്ലാവൻ തൈകൾ എന്നല്ല മറ്റുള്ള ഏത് തൈകളാണെങ്കിലും ചെറുതാണെന്നുണ്ടെങ്കിൽ ആ ഗ്രോ ബാഗ് ഇപ്പൊ ഉള്ള ഗ്രോ ബാഗിന്റെ അതിൽ വലുതിൽക്ക് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 16 അല്ലെ 16, 12, 10 ഒക്കെ ആണെന്നുള്ള ഗ്രോ ബാഗുകൾ ഉണ്ടാവും. അത് അതിന്റെ നേരെ വലുതിലേക്കാണ് ആദ്യം തന്നെ നടേണ്ടത്. അതായത് നമ്മൾ ആദ്യം ഗ്രോ ബാഗിൽ നിന്നും അതിന്റെ അടുത്ത സൈസ് ഗ്രോ ബാഗിലേക്കാണ് മാറ്റേണ്ടത്. ഒരു 4 ഇഞ്ച് വലിയ സൈസ് ഗ്രോ ബാഗിലേക്ക് മാറ്റിയിട്ട് പിന്നെ അതിൽ വലുതാവുമ്പോ ഒരു 1 ഇഞ്ചോളം വണ്ണം വെക്കും, അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചോളം വണ്ണം വെക്കും. എന്നിട്ട് പിന്നെ അതിന്റെ വലുതിലേക്ക് നടുക. അതിനുശേഷം പിന്നെ ഒരു 1.5 ഇഞ്ച് വണ്ണം വരും മരത്തിന്. അതിനുശേഷം ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് നമ്മളെ ഒരു ഡ്രമ്മിലേക്ക് നടേണ്ടത്. നമ്മളെ പ്ലാവിനെ നമുക്ക് പല ഘട്ടങ്ങളിലായിട്ടാണ് ഡ്രമ്മിലേക്ക് മാറ്റേണ്ടതെന്ന് പറഞ്ഞു നമ്മള്. അത് കൂടാതെ തന്നെ നമ്മള് മണ്ണിന് വളമിട്ടു, ചെടി ഇറക്കി വെച്ച് ഒരു ചെടി നമ്മളൊരു പോട്ടിൽ നട്ട് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോ ഇത് ഒരു 8 മാസം അതിൽ വളരും. 6 മാസത്തിന് ശേഷം 8 മാസം വരെ അതിൽ വളർന്നു കഴിഞ്ഞാൽ അത് ഏകദേശം ഇതിനെക്കാട്ടി കൂടുതൽ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് വണ്ണം വരും. ആ വളം അതുവരെ വളരുന്നതിനിടയിൽ നമുക്ക് വളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 3 മാസം കൂടുമ്പോ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ചാണകപ്പൊടി കൊടുക്കണം. അത് കുറഞ്ഞ അളവിൽ. അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഇതിപ്പോ ഒരു ചട്ടിയാണെന്ന് വെച്ചോ, നമുക്ക് എങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്? ഇതിന് കുറച്ച് മണ്ണെടുക്കുക. എടുക്കുക, ഈ മണ്ണ് മാറ്റുക, ചെറുതായിട്ട് മണ്ണെടുത്തിന്റെ ചിലപ്പോൾ ഒരു ചാല് മോഡലാവും. അതില് ഇതേ മോഡൽ 1 ടീസ്പൂണ് 18 NPK, 1 ടീസ്പൂണ്, 2 ടീസ്പൂണ് എല്ലുപൊടി, കുറച്ചും കൂടി വലുതായിക്കണമെങ്കിൽ 3 ടീസ്പൂണ് എല്ലുപൊടി, ചാണകപ്പൊടി കുറച്ച്, അത് എത്ര നമ്മളെ കൊള്ളുന്ന അത്ര ചാണകപ്പൊടി ഇടുക. 18 1 ടീസ്പൂണ്, ഈ വേപ്പ് മണ്ണാക്ക് 1 ടീസ്പൂണ്. ഇതെല്ലാം അതിലിട്ടതിന് ശേഷം നമ്മൾ ആ ഉണ്ടാക്കിയ ചാലുണ്ടല്ലോ അതാണ് മൂടി കൊടുക്കുക. വേറെ അതിലേക്ക് മണ്ണ് ഇടും ചെയ്യരുത്, അതിൽ നിന്ന് എടുക്കുകയും ചെയ്യരുത്. അതിനുള്ള മണ്ണ്. അതിനുശേഷം അതിപ്പോ 3 മാസം കൂടുമ്പോൾ, അതിന് മുമ്പ് ചെയ്യേണ്ട പണി ഓരോ 2 മാസം കൂടുമ്പോഴും ഈ 18 ഓരോ ടീസ്പൂണ് കൊടുത്തുകൊണ്ടിരിക്കണം. ഓരോ ടീസ്പൂൺ 18 NPK മൈക്രോ ന്യൂട്രിയൻസിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ 2 മാസം കൂടുമ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞ 3 മാസം കൂടുമ്പോൾ കൊടുക്കേണ്ട വളമാണ്. ഇതിപ്പോ ഓരോ 2 മാസം കൂടുമ്പോൾ കൊടുക്കേണ്ടത് 18 മാത്രം, മൈക്രോ ന്യൂട്രിയൻസ് മാത്രം ഓരോ ടീസ്പൂണ് കൊടുക്കണം. ചട്ടിയിലിട്ട് കൊടുക്കുക ഇതേ മോഡല്. അത് എങ്ങനെ ചെയ്യണം? ഇത് മണ്ണൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി, ചാലാക്കൊന്നും വേണ്ട. നേരത്തെ പറഞ്ഞ ചാലാക്കരുത്. മണ്ണ് അതിൽ ചോട്ടിലൊന്ന് ഇളക്കിയിട്ട് രാവിലെ ഈ 18 1 ടീസ്പൂൺ അതിൽ ഇട്ട് വെക്കുക. എന്നിട്ട് വൈകുന്നേരം നനയ്ക്കുക. രാവിലെ നനയ്ക്കരുത്, ഇട്ടേക്ക് ഒരിക്കലും നനയ്ക്കരുത്, വളട്ടേക്ക് ഒരിക്കലും നനയ്ക്കരുത്. വളം ഇട്ട ഉടനെ നനയ്ക്കാനേ പാടില്ല. വൈകുന്നേരം നനയ്ക്കുക. നനയ്ക്കണം അല്ലേ? ആ മണ്ണുമായിട്ട് ആ വളം ചേർന്നതിന് ശേഷം വൈകുന്നേരം നനയ്ക്കുക. ഈ 18 ഇട്ട് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും. കുറച്ച് അലിഞ്ഞ മണ്ണിൽ ചേരും വൈകുന്നേരം ആകുമ്പോക്കിന്. കുറച്ചൊക്കെ മുഴുവനായിട്ട് ചേരൂല. അപ്പൊ ഈ വെള്ളം വൈകുന്നേരം നനയ്ക്കുമ്പോൾ ആ മണ്ണിലൂടാണ്ട് മിക്സ് ആവും. 2 മാസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിപ്പോ 16ന്റെ ചട്ടിയാണ്. ഇനി അത് ഒരു 18ന്റെ ചട്ടി എടുക്കുക. 18ന്റെ ചട്ടി അല്ലെങ്കിൽ 20, 18 ഇത് ഈ ചട്ടി. ഇതിപ്പോ ചെറുത്, അതിന്റെ വലുത് ഇതാണ് 18 ചട്ടി. ഈ ഗ്രോ ബാഗ് ആണെങ്കിലും അത് 21ന്റെ ഗ്രോ ബാഗിലേക്ക് മാറ്റുക. 21 ഗ്രോ ബാഗിലേക്ക് മാറ്റുക. ചട്ടി ആണെങ്കിലും അതേ മോഡൽ തന്നെ, ഗ്രോ ബാഗ് ആണെങ്കിലും നമ്പർ വരുന്ന ഒന്ന് തന്നെയാണ്. 8 മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്ന പ്രധാന സംശയമായിരിക്കും, ഈ ചട്ടിയിൽ നിന്ന് ഇത്രയും വെയിറ്റുള്ള മണ്ണും ചട്ടിയല്ലേ, ചെടിയല്ലേ, ഇത് എങ്ങനെ അടുത്ത ചട്ടിയിലോട്ട് മാറ്റും? അത് ഈസി ആയിട്ട് മാറ്റാൻ ചട്ടിന്റെ 4 ഭാഗത്തൊന്നും ഇങ്ങനെ കൊട്ടി കൊടുക്കുക. 4 ഭാഗം ഇങ്ങനെ കൊട്ടി കൊടുത്തതിന് ശേഷം ഈ മരത്തിന് മണ്ണ് ലൂസാവും. ഈ മരത്തിന് പിടിച്ച ഒറ്റ പൊക്കല് മരത്തിന് പിടിച്ച് പൊക്കി അങ്ങ് എടുക്കുക. അപ്പൊ നമ്മളെ പുട്ടെടുക്കുന്നുണ്ടല്ലോ, പുട്ടെടുക്കണ മാരിക്കാൻ കിട്ടും. അതെ അതെ, നമ്മളെ ചെടിച്ച് നമ്മളെ ഗ്രോ ബാഗ് അഴിക്കുമ്പോൾ കട്ടയായിട്ട് മണ്ണ് കിട്ടും. അതാണ് നമ്മളിപ്പോ 16ന്റെ ഗ്രോ ബാഗിൽ നിറച്ചു കഴിഞ്ഞാല് അടുത്ത സ്റ്റേജിൽ നമ്മള് ഏതിലോട്ടാണ് മാറ്റേണ്ടത്? 21ന്റെ കവർ ഗ്രോ ബാഗ് ആക്കാം, അല്ലെങ്കിൽ 20ന്റെ ചട്ടി ആക്കാം. അതെ, 21ന്റെ ഗ്രോ ബാഗ് അല്ലെങ്കിൽ 20ന്റെ ചട്ടി അല്ലേ? അതാണിത്. ഈ ചട്ടിയിൽ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ മോഡല് അതില് 3 ടീസ്പൂൺ എല്ലുപൊടി ഇട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ 5 ടീസ്പൂൺ എല്ലുപൊടി ഇടുക. മറ്റേ
ഓരോന്നും അതിന് ഡബിൾ ആക്കി ഇടുക. അതായത് മാസത്തില് ആദ്യം നമ്മൾ കൊടുത്തതിന്റെ ചെറിയ ചട്ടിയിൽ കൊടുത്തതിന്റെ ഡബിൾ ആക്കിയിട്ട് ഇടുക. അതായത് 5 ടീസ്പൂൺ എല്ലുപൊടി, 2 ടീസ്പൂണ് 18 NPK, 2 ടീസ്പൂണ് വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക് 1 ടീസ്പൂൺ, അങ്ങനെ ഇട്ടിട്ട് അത് കുറച്ച് മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ആ ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ അതാണ്ട് ഈ സൈഡിൽ ഇങ്ങനെ 4 സൈഡ് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ട് മണ്ണ് മാറ്റി കൊടുക്കുക, അതിലേക്ക് ഇടുക, അതേ മണ്ണ് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതല്ലേ ഉള്ളൂ പ്രൊസീജിയർ. നട്ടതിന് ശേഷം നടുമ്പളാണ് ഞാൻ നേരത്തെ പറഞ്ഞു. നടുമ്പ് പറഞ്ഞില്ലേ, നടുമ്പളാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ രീതി. നട്ടതിന് ശേഷം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മണ്ണ് കുറച്ച് മാറ്റിയിട്ട് ഈ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. നടുമ്പോൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ആ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. ശരി, നമ്മള് പ്ലാന്റ് നടന്ന കാര്യം പറഞ്ഞു. പല പല ഘട്ടങ്ങളായിട്ട് ഡ്രമ്മുകളിൽ മാറ്റുന്ന ഘട്ടം മുതൽ ഫൈനലി നമ്മൾ ഒരു ഡ്രമ്മിൽ നമ്മൾ ഫുള്ള് മാറ്റി എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ, എത്ര വയസ്സാകുമ്പോഴാണ് അല്ലെങ്കിൽ എത്ര പ്രായമാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു വലിയ ഡ്രമ്മിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് മാറ്റി എത്തുന്നത്? ഏകദേശം 2 വർഷം ആവുമ്പോഴേ ഈ ഡ്രമ്മിലേക്ക് മാറ്റാനാവുള്ളൂ. 2 വർഷം ആവുമ്പോഴാണ് നമുക്ക് ഡ്രമ്മിലേക്ക് മാറ്റാനുള്ള കണ്ടീഷൻ ആവുന്നത്. അതല്ല, നിങ്ങളിപ്പോ ഒരു വലിയൊരു തൈയാണ് കൊണ്ടുവരുന്നത്, ഒരു 1 ഇഞ്ച് വണ്ണത്തിലുള്ള തയ്യാ കൊണ്ടുവരുന്നത്, അത് നേരെ കൊടുത്ത് ഡ്രമ്മിലേക്കാണ് മാറ്റാം. അതിനുള്ള സൗകര്യം, ഒരു ഗുണം അതാണ്. അപ്പൊ നമ്മൾ ഡ്രമ്മിലേക്ക് നടാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ വലിയ തൈകളാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് അങ്ങ് വെക്കാം, മാറ്റി കൊടുക്കാം. ചെറുതാവുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത് കേടാവാതെ നോക്കണം, വെള്ളം ഒഴിക്കുമ്പോ ശ്രദ്ധിക്കണം, വളങ്ങൾ കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം, ഇതെല്ലാം നോക്കണം. അപ്രോക്സ് ഒരു എത്ര സൈസ് വരെയുള്ള, എത്ര അടി പൊക്കം വരെയുള്ള ചെടികൾ നമുക്ക് ആ ഡ്രമ്മിലേക്ക്? നമ്മളെ ഹൈറ്റിലുള്ള ചെടികൾ ഏകദേശം ഒരു 6 അടി 5 അടി 6 അടി ഒക്കെ ഉള്ള തൈകൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ടും കിട്ടും, പെട്ടെന്ന് കേടായി പോവില്ല. നമുക്ക് നേരിട്ട് ഡ്രമ്മിലേക്ക് നടാം, നേരിട്ട് ആ തൈകളൊക്കെ ഡ്രമ്മിലേക്ക് നടാം. അതല്ല എങ്കിൽ ചെറിയ തൈകളാണ് നടുന്നതെങ്കിൽ ഇതുപോലുള്ള പ്രൊസീജിയറുകൾ മാറ്റിയാണ് നമ്മൾ അതിലേക്ക് എത്തേണ്ടത്. ഇനി ഫൈനലി ഡ്രമ്മിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവസാനമായിട്ട് അല്ലെങ്കിൽ ഒരു വളപ്രയോഗം എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്? ഓരോ 3 മാസം കൂടുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഡ്രമ്മിലാണെങ്കിലും വളം ചേർത്ത് കൊടുക്കണം. ഓരോ 3 മാസം കൂടുമ്പോഴും മൈക്രോ ന്യൂട്രിയൻസ് ആ പറഞ്ഞ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ കടലപ്പിണ്ണാക്ക് 18 ചേർത്ത് കൊടുക്കണം. അത് മിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ ചട്ടിയുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മൾ ഓരോ 3 മാസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കണം അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ഒരു ഡ്രമ്മിലേക്ക് നടുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ. കൈ നോക്കിട്ടാ ചക്ക ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ, മധുരമാണ്, നല്ല മധുരമുണ്ട്. ഈ മഴക്കാലത്ത് നല്ല മധുരം. മഴക്കാലത്ത് ഡ്രമ്മിൽ നട്ടിട്ട് ഇതുപോലെ ടേസ്റ്റ് ആണെങ്കിൽ നമ്മള് സ്ഥലമുള്ള ഏരിയയിൽ തറയിൽ നട്ടു കഴിഞ്ഞാൽ എത്ര മധുരം ഉണ്ടാവും. സ്ഥലപരിമിതി ഉള്ളവര് മാത്രം നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് ഒരു പ്ലാവ് നടണോ, അടിപൊളിയായിട്ട് നടാൻ പറ്റിയ സൂപ്പർ പ്ലാവാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നടാം. ഒരു 2 പ്ലാവ് ഡ്രമ്മിലാക്കി വീട്ടുമുറ്റത്ത് വെച്ച് കഴിഞ്ഞാല് അത് ഒന്ന് വിയറ്റ്നാം സൂപ്പർ അല്ലി നടുക, ഒന്ന് കംബോഡിയൻ ജാക്കും നടുക. സൂപ്പർ അല്ലി 1 വർഷം കൊണ്ട് കായട്ടും, 2 വർഷം കായട്ടും. 2 വർഷവും തുടരെ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇത് ഏറ്റവും വലിയ പ്രത്യേകത നോക്കിയ ഇതിന്റെ അറ്റത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെയാണ് ഇതിന്റെ ആ ഒരു ചുളകളുള്ളത്. നമ്മള് ഇതേണ്ടോ ലാസ്റ്റ് എൻഡിൽ വരെ എന്റെ ചുളയുണ്ട്. ഓക്കെ, നല്ല അടിപൊളി ഒരു ചുള നോക്കിയേ. ഓറഞ്ച് നിറഞ്ഞ ഓറഞ്ച് കളറിൽ തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. കുരുവൊക്കെ കുഞ്ഞതാണ്. ഓക്കെ, ഉണ്ടോ? പേര് പോലെ തന്നെ ഉണ്ട്, സംഭവം ഉഷാറാണ്.